സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എടാ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിന് 2 മാർക്ക് സെറ്റ് ആക്കാൻ റെഡി ആണെങ്കിൽ ഇങ്ങോട്ട് പോരെ. 2 മാർക്കിന് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഓർഡറും മോളിക്യുലാരിറ്റിയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓർഡർ എന്താ മോളിക്യുലാരിറ്റി എന്താന്ന് മക്കൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. എന്താണ് റിയാക്ഷന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ സാധാരണ നമ്മൾ എങ്ങനെയാണ് എഴുതാറുള്ളത്? റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ്. ഇപ്പൊ നമ്മുടെ റിയാക്ഷൻ ഇതാ എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്റ്റ് ആണെന്ന് ഇരിക്കട്ടെ. ഇതാണ് എൻ്റെ റിയാക്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എഴുതും. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. ഇങ്ങനെയല്ലേ നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുക? അതെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മോളാർ കോൺസെൻട്രേഷൻസിന്റെ റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷൻസിന്റെ പവേഴ്സ് നോക്കുക. പവേഴ്സ് ആരാണ്? എക്സും വൈയുമാണ്. അത് നമ്മൾ എക്സ്പെരിമെന്റിലി ആണ് കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്കറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. ഈ പവറിന്റെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. സോ ഓർഡർ ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ആണ് ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ആണ് കേട്ടോ. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. അതായത് ഇതൊരു എലമെന്ററി റിയാക്ഷൻ ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഇതിലെ റിയാക്ടിങ് സ്പീഷീസുകളുടെ എണ്ണം നമ്പർ അതിനെയാണ് നമ്മൾ മോളിക്യുലാരിറ്റി എന്ന് പറയാ. സോ ഇവിടുത്തെ മോളിക്യുലാരിറ്റി എത്രയായിരിക്കും? എ പ്ലസ് ബി അല്ലെ. എ പ്ലസ് ബി ആയിരിക്കും മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. ഇത് എൻ്റെ കയ്യിലൊരു റിയാക്ഷൻ ഉണ്ട്. H2 പ്ലസ് I2 ഗീവ്സ് 2HI. മോളിക്യുലാരിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ റിയാക്ടിങ് സ്പീഷീസുകളുടെ എണ്ണമാണ് എന്ന് പറയണം. റിയാക്ടിങ് സ്പീഷീസുകളുടെ എണ്ണമാണ് അല്ലടാ? യെസ്. അപ്പൊ എത്രയാ മക്കളെ? ഇവിടെ ഒരു H2 ഒരു I2 ആണുള്ളത് അല്ലെ. ഒരു ഹൈഡ്രജനും ഒരു അയഡിനും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് 2HI ആയിട്ട് മാറുന്നത്. സോ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് എത്രയാടാ? 1 + 1 2 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പൊ ഇതാ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ ബോത്ത് എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. എലമെന്ററി റിയാക്ഷൻസിനും ഇനി കോംപ്ലക്സ് റിയാക്ഷൻ ആയിക്കോട്ടെ, കോംപ്ലക്സ് റിയാക്ഷൻസിനും എന്ത് അപ്ലിക്കബിൾ ആണ്? ഓർഡർ പറയാനായിട്ട് പറ്റും അല്ലെ. എലമെന്ററി റിയാക്ഷൻസിനും കോംപ്ലക്സ് റിയാക്ഷൻസിനും ഓർഡർ പറയാം. പക്ഷെ മോളിക്യുലാരിറ്റി ആരുടെ കേസിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂടാ? മോളിക്യുലാരിറ്റി ഓൺലി അപ്ലിക്കബിൾ ടു എലമെന്ററി റിയാക്ഷൻസ്. എലമെന്ററി റിയാക്ഷൻസിന് മാത്രമാണ് മോളിക്യുലാരിറ്റി അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. കോംപ്ലക്സ് റിയാക്ഷൻസിന്റെ കേസിൽ മോളിക്യുലാരിറ്റിക്ക് എന്തില്ല എന്ന് മനസ്സിലാക്കുക? മീനിങ് ഇല്ല എന്ന് മനസ്സിലാക്കുക. കോംപ്ലക്സ് റിയാക്ഷൻസിന്റെ കേസിൽ മോളിക്യുലാരിറ്റിക്ക് മീനിങ് ഇല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റൂല. ഓക്കെ, ഇനി ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ മോളിക്യുലാരിറ്റി അങ്ങനെയല്ല. നമ്മൾ എണ്ണി നോക്കി കണ്ടെത്തുന്ന കാര്യമാണ് അല്ലെ. സോ ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി. മോളിക്യുലാരിറ്റി തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്ത നോക്കിക്കടാ. ഓർഡർ ക്യാൻ ബി സീറോ ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്, ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസും ഉണ്ട്. അപ്പൊ സീറോയും ഫ്രാക്ഷൻസും ഒക്കെ ആകാം ഓർഡർ. പക്ഷെ മോളിക്യുലാരിറ്റി പറ്റൂല. അത് റിയാക്ടിങ് സ്പീഷീസുകളുടെ എണ്ണമാണ്. നമ്മൾ ഒരിക്കലും അര റിയാക്ടിങ് സ്പീഷീസ്, 4 റിയാക്ടിങ് സ്പീഷീസ് ഒന്നും പറയൂല. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് കാനോട്ട് ബി സീറോ ഓർ നോൺ ഇൻറ്റിജർ അല്ലെ. നോൺ ഇൻറ്റിജേഴ്സ് വരൂല, സീറോ വരൂല. ഓക്കെ, ഈ പോയിന്റ്സ് മക്കൾ ഓർത്ത് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാം. ഓൾ ദി ബെസ്റ്റ്.